അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉളഹിയത്ത് മുവക്കദായ സുന്നത്തുള്ള കാര്യമാണത്. ഓരോ മുസ്ലിമിനും അത് സുന്നത്താണ്. സാമ്പത്തികമായ ശേഷിയുള്ള എല്ലാ ആളുകളും ഉളഹിയത്ത് നിർവഹിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്താണ്. ഇത് എന്തെല്ലാമാണ് അറക്കേണ്ടത്? ആട്, അതേപോലെ പശു, എരുമ പോലത്തെ മാടുകൾ, ഒട്ടകം, ഇത്തരം മൃഗങ്ങളെയാണ് ഉളഹിയത്തിന് അറുക്കേണ്ടത്. ആടാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ആടാണെങ്കിൽ 2 വയസ്സായിരിക്കണം. പശുവാണെങ്കിൽ പശു അതല്ലെങ്കിൽ പോത്തോ മൂരിയോ ഏതാണെങ്കിൽ പോലും അതൊന്നും 2 വയസ്സായിരിക്കണം. ഒട്ടകം ആണെങ്കിൽ 5 വയസ്സും ആയതിനെയാണ് നമ്മൾ അറുക്കേണ്ടത്. അത് എല്ലാ ആളുകൾക്കും അറക്കണം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് അതിന് നിയ്യത്ത് വെക്കലും വേണം, അതിനെ നിർണയിക്കുകയും വേണം. അത് മുസ്ലിമായ ആളെ ആയിരിക്കണം. നമ്മൾ ഒരാളെ നമുക്ക് സ്വന്തം അറുക്കാം, അതല്ല എങ്കിൽ മറ്റൊരാളെ നമുക്ക് വക്കീലായി ഏൽപ്പിക്കാൻ പറ്റും. അവൻ മുസ്ലിം ആയിരിക്കണം. അതേപോലെ തന്നെയാണ് അവന് അതിന് അർഹനും ആയിരിക്കണം. അർഹനും എന്നുള്ളത് ഉദ്ദേശിച്ചത് അവന് തൻ്റെ ഇടവും മറ്റുമൊക്കെ കാര്യങ്ങൾ നിർവഹിക്കാൻ അറിയുന്ന ആളായിരിക്കണം. നമ്മൾ ഒരാളെ വക്കീലാക്കി അറക്കുമ്പോൾ ഏൽപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവനെ അറക്കാനും ഏൽപ്പിക്കാം, അതോടൊപ്പം അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ, അഥവാ അത് അറക്കുക, ചിലപ്പോൾ വാങ്ങേണ്ടി വരും, വാങ്ങാൻ ഏൽപ്പിക്കാം. അതോടൊപ്പം അതിനെ വിതരണം ചെയ്യാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യാനും വക്കീലിനെ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ മാതാവോ പിതാവോ ഭാര്യയോ മക്കളോ ആളുകളുടെ പേരിൽ നമുക്ക് അറക്കാവുന്നതാണ്. അതിന് അവരുടെ സമ്മതം വേണം എന്നർത്ഥം. മരണപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ അറക്കാൻ പാടില്ല, ഉളഹിയത്ത് അറക്കാൻ പാടില്ല. കാരണം അവർക്ക് സമ്മതം നൽകാൻ സാധിക്കില്ലല്ലോ. എന്നാൽ അവർ മരിക്കുന്നതിന് മുമ്പായി നമ്മളോട് എന്റെ പേരിൽ നീ ഉളഹിയത്ത് അറക്കണം എന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് ഉളഹിയത്ത് അറക്കാവുന്നതാണ്. അതോടൊപ്പം ഇനി അതല്ല എങ്കിൽ നമ്മൾ അറക്കുന്നു, എന്നിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഖുർആനൊക്കെ ഓതി ഹദിയ ചെയ്യുന്നത് പോലെ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ എങ്ങനത്തെ മൃഗത്തെയാണ് നമ്മൾ അറുക്കേണ്ടത് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു, ആട്, മാട്, ഒട്ടകം ഇവയാണല്ലോ അറുക്കേണ്ടത്. ആടാണെങ്കിൽ ഒരാടിനെ ഒരാൾക്ക് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ആടിന്റെ കാര്യത്തിൽ മറ്റാളുകൾ ഷെയർ ചെയ്യാൻ പാടില്ല. മാടോ ഒട്ടകങ്ങളോ ആണെങ്കിൽ 7 പേർക്ക് വരെ ഒന്നിൽ ഷെയർ ചേർന്ന് അറക്കാവുന്നതാണ്. ഇവിടെ ഷർത്തുണ്ട്. മൃഗങ്ങൾക്ക് ഷർത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല മൃഗമായിരിക്കണം, ആരോഗ്യമുള്ള മൃഗങ്ങളായിരിക്കണം. ന്യൂനതകളോ കുറവുകളോ വൈകല്യങ്ങളോ ഉള്ള മൃഗങ്ങളെ അറക്കാൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെയാണ് ഗർഭിണിയായ മൃഗങ്ങളെയും അറക്കാൻ പാടില്ല. അതോടൊപ്പം ചെവി മുറിഞ്ഞത്, അതല്ലെങ്കിൽ മറ്റു കാലിന് വൈകല്യങ്ങൾ സംഭവിച്ചത്, മുറിഞ്ഞത്, കൊമ്പ് പൊട്ടിയത്, ഇങ്ങനത്തെ ജീവികളെയൊന്നും അറക്കാൻ പറ്റുന്നില്ല എന്ന് ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഏറ്റവും ശ്രേഷ്ഠത ജമീലൻ എന്നുള്ളതാണ് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അഥവാ ജമീലൻ ആണായ മൃഗത്തെ ആയിരിക്കാം, നല്ല സൗന്ദര്യമുള്ള, ആര് കണ്ടാലും നല്ലൊരു മൃഗം എന്ന് പറയുന്ന രൂപത്തിലുള്ള മൃഗത്തിനെ ആയിരിക്കണം അറുക്കേണ്ടത്. ഇനി ആരിലേക്കെല്ലാം ഈ ഉളഹിയത്തിന്റെ മാംസങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ലാ തജില്ലു ഉളഹിയത്തു ഇല്ലാ ബിന്നദീരി. നിർബന്ധമാകൽ എന്താ? ആർക്കാണ് ഉളഹിയത്ത്? അതിനെ നേർച്ചയാക്കിയവർക്ക് മാത്രം. ഉളഹിയത്ത് അറക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ ആ അറുത്ത മൃഗത്തിന്റെ ഒരു സാധനവും ആ വ്യക്തി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഒരു മാംസമോ അതല്ലെങ്കിൽ മറ്റു തോലോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എന്നാൽ നേർച്ചയാക്കാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? എല്ലാം അതിൽ നിന്ന് കുറച്ച് മാത്രം വിതരണം ചെയ്ത് ബാക്കിയെല്ലാം അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് 3/2 ഭാഗം വിതരണം ചെയ്യലാണ്. കാരണം എന്താണ്? ആളുകൾക്ക് ഉപകാരപ്പെടണം അല്ലോ. കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ
തോല് വരെ വിതരണം ചെയ്യുന്നതാണ്. എന്നാൽ ഈ അറക്കുന്ന വ്യക്തി എന്നാൽ ആരാണോ ഉദ്ഹിയത്ത് അറക്കുന്നത്, അവകാശി അതിൽ നിന്ന് കുറച്ചെങ്കിലും കഴിക്കൽ അത് പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഏറ്റവും ഉത്തമം ആ മൃഗത്തിന്റെ ആടാണെങ്കിൽ, അതല്ലെങ്കിൽ മാടാണെങ്കിൽ, ഒട്ടകം, ഏത് മൃഗമാണോ ആ മൃഗത്തിന്റെ കരളിന്റെ ഭാഗങ്ങളിൽ നിന്ന് കഴിക്കലാണ് ഏറ്റവും ഉത്തമം. ഈ മൃഗത്തിന്റെ ഒന്നിൽ നിന്ന് പോലും ഒരു ഇതും വിൽക്കാൻ പാടുള്ളതല്ല. തോല് പോലും വിൽക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തോല് അറിവിന് വന്ന ജോലിക്കാർക്ക് പണിക്കൂലിയായിട്ട് പോലും നൽകാൻ പാടുള്ളതല്ല. ചിലയിടത്തൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതും അനുവദനീയം അല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്.